أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അത്തീൻ ആയത് നമ്പർ 7 പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജുറുൻ ഗൈറു മംനൂൻ. സത്യത്തിൽ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴിച്ച് അവർക്ക് അവസാനിക്കാത്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. അതായത് ഇതിനു മുമ്പുള്ള ആയത്തിൽ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അവരെ അധമതയിലേക്ക് തള്ളിവിടുന്നതാണ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്ന ആൾക്കാരൊഴിച്ച് എന്നിവിടെ പറയുന്നു. ഇതിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ ചില കൂട്ടരെ മാറ്റി നിർത്തി ഒഴിവാക്കി, ആ നേരത്തെ പറഞ്ഞ അസ്ഫല സാഫിനിൽ നിന്നും ഒഴിവാക്കി നിർത്തി എന്ന് പറയുന്നു. അതായത് ഈമാൻ, അതായത് വിശ്വസിക്കുകയും അതനുസരിച്ച് ഉചിതമായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവർ അസ്ഫല സാഫിലീനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നവരെ, അവരെ യഥാർത്ഥ മാർഗത്തിലൂടെ അവർ നയിക്കപ്പെടുന്നതാണ്. കാരണം അവർ അവരുടെ കഴിവുകളെ യഥാർത്ഥ മാർഗത്തിലൂടെ തെളിച്ചുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തി, അതുകൊണ്ടാണ് അവരെ അസ്ഫല സാഫിനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നെ ഹുസൂർ പറയുന്നു, ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകുന്നത് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്നത് ആദ്യവും ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്നത് അതിന് ശേഷവും എന്തുകൊണ്ടാണ് വച്ചിരിക്കുന്നു എന്നാണ്. ഇതിൻ്റെ ഹിക്മത്ത് എന്താണ് എന്ന് ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനുള്ള മറുപടി എന്നത്, ഈമാൻ അഅ്മാലെ സ്വാലിഹാത്ത് എന്നത് ഓരോ മനുഷ്യൻ്റെയും സഹജമായിട്ടുള്ള കഴിവുകളുടെ ശരിയായ രീതിയിലുള്ള ഉപയോഗത്തെയാണ് പറയുന്നത്. ആരാണോ ദൈവിക കൽപ്പനകളിൽ വിശ്വസിക്കുകയും പിന്നെ ഇതനുസരിച്ച് അഅ്മാലെ സ്വാലിഹാത്ത് സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്നുവോ, അവർ യഥാർത്ഥത്തിൽ അവരുടെ സഹജമായ, അതായത് ഉള്ളിലുള്ള കഴിവുകളുടെ മാർഗത്തിലാണ് ചലിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് അവർക്ക് ദീൻ, മതം എന്ന അനുഗ്രഹം ലഭിക്കുന്നു. അവർ ഈമാനിലും സൽക്കർമ്മത്തിലും അനുഗ്രഹിച്ചവരായതുകൊണ്ട് അല്ലാഹു തആല അവരെ ഇല്ല എന്ന്, അതായത് അവർ ഇതൊഴിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വേർപെടുത്തേണ്ടത് അള്ളാഹുവിന് നിർബന്ധമാണ്. ഇനി അസ്ഫല സാഫിനിൽ വീഴുന്നവരെ സംബന്ധിച്ച് ആദ്യം എന്തിനാണ് പറഞ്ഞത് എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ ഉത്തരം വന്നത്, അവർ അവരുടെ ജീവിത ലക്ഷ്യത്തെ മറന്നു കളഞ്ഞിരുന്നവരായിരുന്നു എന്നതാണ്. ഇതിൻ്റെ കാര്യം ഹുസൂർ പറയുകയാണ്. ഇതിൻ്റെ കാര്യം പരാമർശിക്കുമ്പോൾ അള്ളാഹു മനുഷ്യനെ സന്തുലിതമായ കഴിവുകളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ നന്മയുടെ ശക്തി അവരിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചില ആളുകൾ എന്തുകൊണ്ടാണ് വഴികേടിലായി പോകുന്നത് എന്ന ചോദ്യവും ഉണ്ടാകും. ഇതിൻ്റെ ഉത്തരം എന്തെന്നാൽ, അള്ളാഹു പറയുന്നു, നാം മനുഷ്യനെ ഈ കഴിവുകൾ നൽകിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്കിലും ചില ആളുകൾ അവരുടെ പ്രകൃതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് അള്ളാഹു നൽകിയ കഴിവുകളെ അനുവദനീയമല്ലാത്ത രൂപത്തിൽ അവർ ഉപയോഗിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ആ ഉന്നത സ്ഥാനത്ത് നിന്നും അവർ ഗർത്തത്തിലേക്ക് പതിക്കുന്നു. എന്നിട്ട് ഹുസൂർ പറയണം, അപ്പോൾ ഇതിൻ്റെ കാരണം, അങ്ങനെ ആകാൻ കാരണം മനുഷ്യൻ സ്വന്തമാണ്, അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അതിന് അള്ളാഹു ഉത്തരവാദിയല്ല. ഇനി ഇതിന് ശേഷം ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ എന്ന് പറഞ്ഞുകൊണ്ട്
വിശ്വസിച്ചവരെയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയും അവർക്ക് ഒരിക്കലും അവസാനിക്കാത്ത പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവർ അസ്ഫല സ്വാഫിലീനിലേക്ക് മടക്കപ്പെടുകയില്ല, മറിച്ച് ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇങ്ങനെ ശരിയായ അറിവും അതിൻ്റെ ശരിയായ ഉപയോഗവും മൂലം അവർ എപ്പോഴും ഉന്നതമായ അനുഗ്രഹങ്ങൾക്ക് പാത്രമാകുന്നു. ഇവർ പറയുന്നു, ആമനു എന്നതിൽ യഥാർത്ഥ അറിവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഉചിതമായ അവസ്ഥയിൽ അമലെ സ്വാലിഹാത്തിൽ ഈ അറിവിനെ ശരിയായ മാർഗത്തിൽ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നതിനെയാണ് പറയുന്നത്. ചുരുക്കത്തിൽ ആമനു എന്നത് യഥാർത്ഥ അറിവും അമാലെ സ്വാലിഹാത്ത് എന്നത് ആ അറിവ് അനുസരിച്ചുള്ള പ്രവൃത്തിയും ആണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ആത്മീയാവസ്ഥയിൽ ഒരു മനുഷ്യന് ഉയർച്ച നൽകുന്ന കാര്യങ്ങൾ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.